संगीत में मोहिनी सुरागनी सानी सा सारे गाने सानी सानी पानी सानी सा सागा मम्मा पम्मा करे सा सानी सा सारे गाने भी सानी पानी सानी सा सागा मम्मा पम्मा करे सा. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ബിറ്റി എവലിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു ചടങ്ങാണ്. ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതിനേക്കാളും എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഏസ്തറ്റിക് ആയതുകൊണ്ട് തന്നെ രാവിലെ പട്ടിണി കിടന്നിട്ടാണ് രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് അമ്മ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഏസ്തറ്റിക് അല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. പുറത്തിറങ്ങിയ ശേഷം വിശന്ന മനുഷ്യന് പ്രാണം കത്തി എന്ന് തന്നെ വേണം പറയാൻ. ഇവന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും എനിക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ക്ലാസ്സെല്ലാം കഴിഞ്ഞിങ്ങനെ വെറുതെ ഇരുന്ന് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടും ഭയങ്കര ബോറടിയാണ് വീട്ടിലിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ തല്ലി പഠിച്ചു കൊടുത്തത് മെട്രോ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ തൊട്ട് മൂഞ്ചലായതുകൊണ്ട് ഈ ഒരു മെട്രോയും മിസ്സാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തല്ലി പഠിച്ചോടി. അതിനിടയ്ക്ക് ഇവൻ എന്നോട് പറയുന്നത് സ്ലോ മോഷനൊക്കെ നീ തന്നെ എഡിറ്റ് ചെയ്ത് അങ്ങോട്ടോ, എനിക്കിപ്പോൾ സ്ലോ മോഷൻ കളിക്കാനൊന്നും വയ്യ എന്നിവിടെ. എന്തോ ഭാഗ്യം കൊണ്ട് മെട്രോയിലെത്തിയപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മെട്രോയിലെ ചേച്ചിക്ക് 500 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ 40 രൂപയുടെ ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചേച്ചി ഞങ്ങളെ നോക്കിയൊരു ചിരി അങ്ങ് ചിരിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി നമുക്ക് ടിക്കറ്റ് എല്ലാം കിട്ടി. അതും സ്കാൻ ചെയ്ത് നേരെ പ്ലാറ്റ്ഫോമിലോട്ട് ഓടി. ഇവിടെ നടന്ന ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഞങ്ങൾ എത്തിയ പ്ലാറ്റ്ഫോമും ചെന്ന പ്ലാറ്റ്ഫോമും ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമും എല്ലാം വേറെ വേറെ ആയിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഒരു ഓടലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇതിനിടയ്ക്കൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ചെക്ക് ഒന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. संगीत में मोहिनी सुरागनी प्यार के संगीत में मोहिनी सुरागनी. ഔട്ട്ഫിറ്റ് ചെക്ക് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ മെട്രോ വരാൻ ജസ്റ്റ് 5 മിനിറ്റ്സും കൂടെയാണ് ഉള്ളൂ. ഇത്ര നേരം ഭയങ്കര സ്ലോ ആയിട്ട് നടന്നുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി കുറച്ച് വേഗം നടന്നില്ലെങ്കിൽ മെട്രോ എന്താണെങ്കിലും മിസ്സാവും. അതുപോയാൽ ഇനി ഒന്നുകൂടെ പോയി ടിക്കറ്റ് എടുത്ത് അടുത്ത മെട്രോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ കയറേണ്ടി വരും. നമ്മൾ ഓടുന്ന കണ്ടിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി നമ്മുടെ കൂടെ തന്നെ ഓടുന്നുണ്ടായിരുന്നു. അതാരാണ് എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഞങ്ങളുടെ കൂടെ തന്നെ ചേച്ചി ഓടുന്നുണ്ടായിരുന്നു. അതിനുശേഷം നേരെ ലിഫ്റ്റ് കയറിയിട്ട് നമ്മൾ അവിടെ പോയി ഇറങ്ങി. ഫൈനലി മെട്രോ വരാനുള്ള 2 മിനിറ്റിനുള്ളിൽ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നെന്തോ മെട്രോ സ്റ്റേഷനിൽ നല്ല തിരക്ക് നല്ല രീതിയിൽ തന്നെ കുറവുണ്ടായിരുന്നു. മെട്രോ മിസ്സാവൂ എന്നുള്ള ഒരു ടെൻഷനും സ്ട്രെസ്സും കൊണ്ട് ഞങ്ങൾ തല്ലിപ്പടച്ചിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത 2 ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൂടി ഞങ്ങളുടെ വിശപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മെട്രോ അത് ദൂരത്തുനിന്ന് വരുന്നുണ്ട്. മെട്രോ വന്നപ്പോഴാണ് മനസ്സിലായത് സ്റ്റേഷനിൽ മാത്രമാണ് തിരക്കില്ലാതിരുന്നുള്ളൂ. പക്ഷേ മെട്രോ വന്നപ്പോഴും മെട്രോനകത്ത് നല്ല തിരക്കായിരുന്നു. സീറ്റ് പോലും ഇരിക്കാനുണ്ടായിരുന്നില്ല. ഈ ഒരു ഇതിപ്പോൾ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ഇതിനകത്ത് തിരക്കുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. സമയം ഉച്ച ആവാറതുകൊണ്ട് തന്നെ മെട്രോയിൽ കയറിയതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സ് എടുക്കണം എന്നുള്ള പ്ലാൻ മാറ്റിയിട്ട് എവിടെ നിന്ന് ഫുഡ് കഴിക്കും എന്നുള്ളൊരു പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം ആവാം ഇനി എല്ലാ കാര്യങ്ങളും എന്നാണ് ഞങ്ങൾ ഫൈനലി എടുത്തൊരു ഡിസിഷൻസ്. ഞാനാണെങ്കിൽ മെട്രോനകത്ത് നിന്ന് കുറച്ച് മോഡൽ പോസൊക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെയാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല, എനിക്ക് കൈ എത്തുന്നുണ്ടായിരുന്നില്ല മെട്രോയിൽ പിടിക്കാനായിട്ട്. ആ ഒരു ഹാങ് ചെയ്ത ഒരു സംഭവം പിടിക്കാനായിട്ട് അതും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആൾക്കാർ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കതൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ബ്രോഡ്വേയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടെ ചെന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയ ശേഷം ഇനി ഫുഡിൻ്റെ കട തപ്പിയൊരു നടത്തുവാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ മറൈൻ ഡ്രൈവ് ബ്രോഡ്വേ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കടകളുണ്ട്, ഫുഡിൻ്റെ കടകളില്ല എന്നല്ല. എങ്കിൽ പോലും എനിക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ഒരു കടയിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ പിന്നെ നമുക്ക് നേരെ പോയി ഡ്രസ്സ് എടുത്തതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വരാമെന്ന്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഐഡിയ എന്ന്. അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പിന്നെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. അങ്ങനെ ഈ ഒരു ബിങ്കോയും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവ് കൂടിയിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ആ ഒരു വഴി വന്നതാണ്, അതുകൊണ്ട് തന്നെ മറൈൻ ഡ്രൈവൊക്കെ ഒന്ന് കണ്ടിട്ട് പോകുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് റിലാക്സും ചെയ്തായിരുന്നു. കാരണം ഇത്രയും നേരം വിശന്ന് ഓടിയതാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വിശ്രമിച്ചിട്ട് വേണം പിന്നീട് പോകാൻ വേണ്ടിയിട്ട്. മറൈൻ ഡ്രൈവിനൊക്കെ ഇറങ്ങിയ ശേഷം ഞാൻ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോഴേ ഷോട്ട് എടുക്കാൻ മറന്നുപോയി എന്നല്ല, അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ മൂഡൊക്കെ അങ്ങ് മാറിയിട്ടേ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഫുഡൊക്കെ കഴിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഡ്രസ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞ ശേഷം നമുക്കിനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയാൽ മതി. ഞങ്ങൾ എത്ര നേരം ഈ ഒരു കായലിൻ്റെ അതിമനോഹരമായ ഒരു സ്മെൽ ശ്വസിച്ച് ഞാൻ നിൽക്കും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇവിടുത്തെ മണമൊക്കെ എങ്ങനെയാണ്, എന്താണ് ഇവിടെ ഉള്ളവർക്കറിയാം. സോ അതിനുശേഷം നമ്മൾ നേരെ ഞങ്ങളുടെ ഒരു മെയിൻ സ്പോട്ടായിട്ടുള്ള ഈ ഒരു ഫുഡിൻ്റെ കടയിലോട്ട് പോയി ബർഗറും മൊയ്ത്തോയും ഒക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിശപ്പൊക്കെ മാറിയ ശേഷം എൻ്റെ ഈ ഒരു വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.